ഇപ്പം ഞാൻ എൻ്റെ പെരീത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ നെല്ലിക്ക അച്ചാറിട്ടതാണ്. ഞാൻ ആദ്യം എപ്പോഴും നെല്ലിക്ക അച്ചാറിട്ടേക്കുമായിരുന്നു കേട്ടോ. എൻ്റെ നെല്ലിക്കച്ചാർ നമ്മൾ ഇട്ടോടുമ്പോഴല്ലല്ലോ രസം ഉണ്ടാകുക. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ നീരും നെല്ലിക്കയ്ക്ക് നല്ലൊരു ടേസ്റ്റ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നെല്ലിക്കച്ചാർ. എനിക്ക് നെല്ലിക്കയിലേക്കാളും കൂടുതൽ ഇഷ്ടം അതിൻ്റെ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാട്ടോ. നെല്ലിക്കൻ്റെ ഒരു ടേസ്റ്റൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു രസമാക്കാനത്. ഞാൻ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചപ്പോൾ ചോറ് തിന്നപ്പോൾ അതിലേക്ക് നെല്ലിക്കച്ചാറാട്ടോ കിട്ടിയിരുന്നത്. അതിങ്ങനെ ഗ്രേവി ഒന്നും ഇല്ലാതെ ഇങ്ങനെ നല്ല മസാലയൊക്കെ ആയിട്ട്, പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ വിചാരിച്ചു അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന്. ഞാൻ ഇങ്ങനത്തെ രീതിയിലാട്ടോ ഇനി ഒരു ദിവസം അങ്ങനെ ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ കരുതിയിരുന്നു. പിന്നെ അങ്ങോട്ട് നിന്നിട്ടില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മാങ്ങച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു. മാങ്ങച്ചാർ പിന്നെ ഒരു നാടൻ രീതിയിലാട്ടോ ഇട്ടിരിക്കണത്, കൂടുതൽ മസാലയൊന്നും ഇല്ലാതെ. അപ്പോൾ കുറച്ച് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഉണ്ടാക്കണതൊന്നും എടുത്തിട്ടില്ല. അതിന് ശേഷം പിന്നെ ഞാൻ ഇതുണ്ടാക്കിയിരുന്നു കേട്ടോ, ഇലയട. അപ്പോൾ അതിങ്ങനെ ആവി കയറ്റിയാണ്. നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോ എല്ലാവരിലേക്കും എത്താനാണ്. അതുപോലെ തന്നെ ലൈക്കും ചെയ്യുന്നുണ്ട്. നമ്മൾ വലിയ വീഡിയോസിനൊക്കെ വ്യൂസ് കുറവാണ് കേട്ടോ. ഷോർട്സിൻ്റെ പോലെയല്ല, വലുതിന് അങ്ങനെ വ്യൂസ് കിട്ടണില്ല. ഇതിൻ്റെ വീട്ടിൽ പോയപ്പോഴത്തെ വീഡിയോസാണ് കേട്ടോ. ഇത് കണ്ടപ്പോഴാണ് ഇനി ഒരു ദിവസം കാക്കാക്കൊന്ന് ഇവിടുന്ന് ഇലയട ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. കാക്കാക്ക് ഇലയട ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ പുറത്തുനിന്നാണ് കേട്ടോ അന്ന് വാങ്ങിച്ചിട്ടുള്ളത്. രാത്രി പൊറാട്ടയും കുബൂസും ബ്രോസ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.